സ്വർഗവാസികളുടെ ഏറ്റവും വലിയ ദുഃഖവും അതുപോലെ സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സന്തോഷത്തിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കേൾക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. ആദ്യം സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നമ്മളൊക്കെ വിചാരിക്കും അൽഹംദുലില്ലാഹ് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, സ്വർഗത്തിലേക്ക് വന്നു, അൽഹംദുലില്ലാഹ് സ്വർഗത്തിലെ നല്ല മനോഹരമായ വീട്, സ്വർഗത്തിൽ നമുക്ക് ഇനി നിത്യജീവിതം, ഇനി മരണമില്ലാത്ത ജീവിതം, എന്താ ഒരു കണ്ണും കാണാത്ത എന്ത് കാഴ്ചകളാണ്, അതുപോലെ ഹൂറുല്ലീങ്ങൾ, ഇതൊക്കെയായിരിക്കും നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയുമോ? നമ്മൾക്ക് സ്വർഗം നൽകിയ, നമുക്ക് ഈ ദുനിയാവിൽ എല്ലാം നൽകിയ, നമ്മുടെ പാപങ്ങൾ പുറത്ത്, നമ്മൾ എത്ര ഒരുപാട് പാപങ്ങൾ ചെയ്തൊക്കെ പുറത്തിട്ട് നമ്മൾക്ക് സ്വർഗം നൽകിയ റബ്ബ്, അതുപോലെ തന്നെ നമ്മൾക്ക് ദുനിയാവിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, നമ്മൾക്ക് കണ്ണുകൾ നൽകി, നമ്മളെ ഉമ്മയേക്കാൾ നമ്മൾ എത്രയോ ഇരട്ടി സ്നേഹിക്കുന്ന, നമ്മൾ 5 നേരം തിരിഞ്ഞ് നമ്മൾ നിസ്കരിച്ച, നമ്മൾ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും നന്ദി പറഞ്ഞ, നമ്മളെ പ്രയാസങ്ങളുടെ സമയത്ത് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച ആ റബ്ബിനെ നമ്മൾ ദുനിയാവിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾക്ക് സ്വർഗം തന്നു, നമ്മളെ ദുനിയാവിൽ നമ്മൾ ഒപ്പം നിന്നു. പക്ഷേ ആ റബ്ബിനെ കാണണ്ടേ? നമുക്ക് ആ റബ്ബിനെ കാണുന്ന ഒരു രംഗം, അതാണ് സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ റബ്ബിനെ കാണണം, നമുക്ക് കാണണ്ടേ? നമുക്ക് അള്ളാഹുവിനെ കാണണ്ടേ? ദുനിയാവിൽ എങ്ങനെ നമുക്കത് കാണാനുള്ള ഭാഗ്യമില്ല. പക്ഷേ പരലോകത്ത് സ്വർഗത്തിലെത്തിയാൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് അള്ളാഹുവിനൊന്ന് കണ്ടാൽ മതി, റബ്ബെ ഒന്ന് കാണിച്ചതാ എന്ന് നമ്മൾ ആ ഒരു രംഗം, അതായിരിക്കും സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതേപോലെ സ്വർഗവാസികളുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ മറന്നു ജീവിച്ച ആ ഒരു സമയത്ത് പുറത്തായിരിക്കും സ്വർഗവാസികൾ ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുക. കാരണം നമ്മൾക്ക് അള്ളാഹു ഇത്രയും വലിയ അനുഗ്രഹം നൽകി, ഇത്രയും വലിയ സ്വർഗം നൽകി, ഞാൻ ദുനിയാവിൽ എത്രമാത്രമാണ് റബ്ബിനെ മറന്നു കളിച്ച്, എത്ര ഹറാമുകൾ കണ്ട്, എത്രമാത്രം പാപങ്ങൾ ഞാൻ അള്ളാഹുവിനെ, ഈ റബ്ബിനെ, ഈ ഇത്ര കാരുണ്യവാനായി ഇത്രയും അനുഗ്രഹം നൽകി എന്നെ റബ്ബിനെ ഓർത്ത് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തല്ലോ, എന്നിട്ടും റബ്ബ് എനിക്ക് പുറത്തു തന്നില്ലോ, ഞാൻ എന്ത് തെറ്റാണ് റബ്ബെ, പാപങ്ങൾ മാത്രമേ കൂടുതൽ ചെയ്തിട്ടുള്ളൂ, ചെറിയ നന്മ ചെയ്ത് തൗബ ചെയ്തിട്ടായിരിക്കും സ്വർഗത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും അനുഗ്രഹം ഓർത്തിട്ട് ആ പാപങ്ങളോ ഈ റബ്ബിനോടാണല്ലോ ഞാൻ തെറ്റ് ചെയ്തതെന്ന് ഓർത്തായിരിക്കും സ്വർഗവാസികളുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ആ റബ്ബിനെ നമ്മൾക്ക് കാണണ്ടേ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ കാണണം എന്ന ഒരു നിയത്തോടു കൂടി നമ്മൾ ഇബാദത്ത് ചെയ്യുക. സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണിച്ചു തരണേ, അള്ളാഹു നിന്നെ ഒന്ന് കാണിച്ചു തരണേ, അള്ളാഹുവിനെ ആരെങ്കിലും കാണാൻ കൊതിച്ചാൽ അവനെ കാണാൻ അള്ളാഹു ആഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ എത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു. ഹജ്ജിന്റെ സമയത്ത് 7 ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്ന്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ? എല്ലാ ദിവസവും റബ്ബി നമ്മോട് ചോദിക്കാൻ, ആരുണ്ട്, ഞാൻ എല്ലാം നിങ്ങൾക്ക് പുറത്തേരാ, ആരുണ്ട് തഹജ്ജുദിന്റെ സമയത്ത് എന്നോട് ചോദിക്കാൻ? അത്രയും മാത്രം കാരുണ്യമാണ്. ഉമ്മയേക്കാൾ എത്രയും മാത്രം നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിനെ നമുക്ക് കാണണം ഇൻഷാ അല്ലാഹ്. നമ്മൾ 5 നേരം തിരിഞ്ഞ് നിസ്കരിക്കുന്ന റബ്ബ്, നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും നമ്മളെ കൂടെ നിൽക്കുന്ന റബ്ബ്, ആ റബ്ബിനെ കാണാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.